ഹലോ, എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഞാൻ ഇന്ന് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കണ്ടതാണ്, വി.ഡി. സതീശൻ്റെ, കോൺഗ്രസ് നേതാവ്. പിന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിതിൻ്റെ കുടുംബത്തിന് നോക്കിയേ, നിതിൻ്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകും, ഇന്ന് തന്നെ 5 ലക്ഷത്തിൻ്റെ ചെക്ക് കൈമാറും. അപ്പോൾ എനിക്ക് ഉണ്ടായ സംശയമാണ്, നിതിന് ഇപ്പോൾ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് വീട് ഇല്ലാത്ത കാരണം കൊണ്ടാണോ, അതല്ല ഇദ്ദേഹം ഈ നിതിൻ പഠിക്കുന്ന സ്ഥലത്തുള്ള എന്താ പറയുക, ജാതീയതയുടെയും വംശവെറിയുടെയും ഇരയാണോ? ഇവർക്കൊന്നും ഈ അതേപോലെ തന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് ഇവർക്കെതിരെ ഒരു നിയമ നടപടി എടുക്കാൻ ഇന്നും ത്രാണിയില്ല എന്നാണോ? തൽക്കാലം ഇവർ ഇപ്പോൾ ഈ ഒരു കുറച്ച് മുമ്പ് അതേപോലെ തന്നെ റഹീമിൻ്റെ ഒരു അഭിമുഖവും കണ്ടിട്ടുണ്ടായിരുന്നു, വീട് വെച്ച് കൊടുക്കുമെന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു ആത്മഹത്യ ഉണ്ടാവാതിരിക്കാനും, ഒരു ജാതീയ വംശീയ എന്താ പറയുക, ഒരു വെറിയുടെ അടുത്ത ഇരകൾ സൃഷ്ടിക്കപ്പെടാതിരിക്കാനുമുള്ള നിയമനിർമ്മാണം എന്തെങ്കിലും, അല്ലെങ്കിൽ ആ ഇരയ്ക്ക് വേണ്ടപ്പെട്ട ഒരു ഇത് വാങ്ങിക്കൊടുക്കാനാണ് ഇവർ ശ്രമിക്കേണ്ടത്. മനസ്സിലായോ? ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഈ പ്രതിപക്ഷവും എല്ലാം ചെയ്യേണ്ടത് ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ ഇനി ഇങ്ങനെ ഒരു നിതിൻ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതും ഈ പ്രതികൾക്ക് വേണ്ടമായ അർഹമായ മാതൃകാപരമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതുമാണ്. അതല്ലാതെ ഇവർക്ക് ഞങ്ങൾ വീട് വെച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് തൽക്കാലം ഈ ശാന്തമാക്കാനുള്ള ഒരു സിറ്റുവേഷനാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ആവശ്യപ്പെടുന്നത്, നമ്മൾക്ക് വേണ്ടത് ഇരയ്ക്ക് നീതി കിട്ടണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ അതിൻ്റെ പിന്നിലുള്ളവരെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ നിർബന്ധമായും വാങ്ങിക്കൊടുക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഇതിൽ ചെയ്യേണ്ടത്.